ഇവിടെ സംസാരിക്കുന്നത് ശ്രീ മധുരാജാണ്. മാതൃഭൂമിയുടെ ചീഫ് ഫോട്ടോഗ്രാഫറാണ് ശ്രീ മധുരാജ്. പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങൾ ഫോട്ടോ എടുത്താണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയനായത്. എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പകർത്തിയ ചിത്രങ്ങൾ മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്നവയായിരുന്നു. ഈ ഫോട്ടോകൾ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. വളരെ കാലമായി മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫറായി പ്രവർത്തിക്കുന്ന, ഇപ്പോൾ കോഴിക്കോട് യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന ശ്രീ മധുരാജിനെ ഈ സെഷനിലെ സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഹലോ. ഞാൻ ഇരുന്ന് തന്നെ സംസാരിക്കാം. എല്ലാ ആദരവോടുകൂടിയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സദസ്സിലെയും വേദിയിലെ ആളുകളോട് ബഹുമാനത്തോടുകൂടി തന്നെ ഇവിടെ ഇരിക്കുകയാണ്. ഇങ്ങനെ വിനയേട്ടൻ പറഞ്ഞ പോലെ തുഞ്ചൻപറമ്പിൽ ഉള്ളൊരു വേദിയിൽ ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളത് എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതും MT എന്ന് മലയാളം എല്ലാ ബഹുമാനത്തോടുകൂടിയും വിശേഷിപ്പിക്കുന്ന, MT എന്ന് പറഞ്ഞാൽ എല്ലാ ആദരവും അതിലടങ്ങിയിട്ടുണ്ട്. അത് MT സാറെന്ന് പറയണ്ട, ശ്രീ MT എന്ന് പറയണ്ട, ഒന്നും പറയണ്ട. മലയാളിക്ക് അത്രയേറെ സ്നേഹവാത്സല്യങ്ങളോടുകൂടി MT എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങിൽ ഞാൻ കൂടി ഉണ്ടാവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമാനമായിട്ടാണ്. ഞാൻ ശിവകുമാർജി എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അതിന് യോഗ്യനാണോ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. കാരണം എന്നേക്കാൾ അടുപ്പമുള്ള, അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ അറിയുന്ന, എന്നേക്കാൾ ധാരാളം പടങ്ങൾ എടുത്തിട്ടില്ല ഒരുപാട് ഫോട്ടോഗ്രാഫർമാരുണ്ട്. അവരെ വിളിക്കുന്നതായിരിക്കില്ല. അപ്പോൾ എന്നോട് ശ്രീകുമാർജി പറഞ്ഞു, അങ്ങനെയല്ല, നമ്മളതൊരു എല്ലാവർക്കും കൂടിയിരിക്കാനും ഒന്ന് അനുസ്മരിക്കാനുള്ള ഒരു ചടങ്ങ് മാത്രമാണ്, അങ്ങനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞാണ് ഞാൻ അതിന് സമ്മതിക്കുക തന്നെ ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പരിപാടിക്ക് സമ്മതിക്കില്ല. ഇപ്പോൾ നമ്മുടെ മുസ്തഫയ്ക്കും വിനയേട്ടനും ശ്രീ MT സാറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. അവരുമായിട്ടുള്ള വ്യക്തിബന്ധം അത്ര വലുതാണ്. അവരുമായിട്ടൊക്കെ ഇതിലെ മിക്ക ഫോട്ടോഗ്രാഫർമാരുടെയും കാര്യത്തിൽ എനിക്കറിയാം, വളരെ അടുത്ത് ഇടപഴകിയ ആളുകളാണ് ഇവരൊക്കെ. സന്തോഷ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലെ ജീവചരിത്രം തന്നെ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 പതിറ്റാണ്ട് കാലത്തെ ചിത്രങ്ങൾ KK സന്തോഷിൻ്റെ കൂടെയുണ്ട്. അത്ര അടുത്ത ബന്ധമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഷാജു ജോണിനും അതുപോലെ ബന്ധമുണ്ട്, ഓരോ ആൾക്കും ബന്ധമുണ്ട്. എന്നെ ഈ നിമിഷം വരെ അദ്ദേഹത്തിനെ അറിയുമോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് ചിത്രങ്ങളെ എടുക്കാൻ പറ്റിയുള്ളൂ. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ MT എന്ന വലിയ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു കലാകാരൻ, അദ്ദേഹം എഴുത്തുകാരനാണ്, പിന്നെ ചലച്ചിത്രകാരനാണ്, പിന്നെ പത്രപ്രവർത്തകനാണ്. ഇങ്ങനെ എല്ലാ നിലയിലും എൻ്റെ ബാല്യകാലത്ത് 2ാം ഊഴം ഞാൻ എൻ്റെ കോളേജ് പഠിക്കുന്ന കാലത്താണ് ഞാൻ വായിക്കുന്നത്. കലാകൗമുദിയിൽ ഖണ്ഡശയായി വായിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് MTയെ അറിയുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കഥകൾ, പിന്നെ സിനിമകൾ, ആ കാലത്ത് 80കൾ ഇറങ്ങിയ എല്ലാ സിനിമകളും ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടാവും. IV ശശി കൂട്ടുകെട്ടിലുണ്ടായ ധാരാളം സിനിമകൾ, പിന്നെ ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ, ഒരു പഞ്ചാഗ്നി, നക്ഷത്രങ്ങൾ, അതുപോലുള്ള എല്ലാ സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു കാഴ്ചയുടെ എത്രയോ അകലെയാണ് ഇദ്ദേഹം. ഇപ്പം ഞാൻ 93-ൽ മാതൃഭൂമിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ വലിയ ഒരു പിന്നെ കർമ്മ, അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള വലിയൊരു സംഭവം എല്ലാം തീർത്ത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈ സിംഹം മടയിൽ ഇരിക്കുന്ന ഒരു കാലത്തായിരുന്നു ഞാൻ കണ്ണൂരിൽ മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്നത്. 15 വർഷം ഞാൻ കണ്ണൂരായിരുന്നു. 2008-ലാണ് ഞാൻ കോഴിക്കോട് വരുന്നത്. അപ്പോഴൊക്കെ ഈ MT എന്ന് പറയുന്ന ദ്വയാക്ഷരം, ഒരക്ഷരം ഒന്നും പറയാറില്ല, എഴുതാറില്ല, വീട്ടിൽ ധ്യാനസ്ഥനാണ് അദ്ദേഹം. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, അദ്ദേഹം ഒന്നും ചെയ്യുകയോ പറയുകയോ ചെയ്യാത്ത ഒരു മനുഷ്യനെ പോയി നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നുമില്ല. ഒരു ഫോട്ടോഗ്രാഫിയുടെ ഒരു കല എന്ന് പറഞ്ഞാൽ അത് ഒരു അനിമേഷൻ്റെ കലയാണത്, ചലനം എന്തെങ്കിലും വേണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ ഒരു ഘട്ടത്തിലിരിക്കുകയാണ്. അദ്ദേഹത്തിന് നമ്മൾ പോയി ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന അദ്ദേഹത്തെ നമ്മൾ പോയി ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു തോന്നലാണ് എപ്പോഴും ഉണ്ടാവാറ്.
പിന്നെ അദ്ദേഹത്തിൻ്റെതായ മൗനവും അതിനെ ഭേദിച്ച് ഉള്ളിൽ കയറാനുള്ള ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ടുള്ള മുൻധാരണകൾ, അതൊരു മുൻധാരണ മാത്രമാണ്. അടുപ്പുള്ളവരോട് അദ്ദേഹം കാട്ടിയുടെ വാത്സല്യങ്ങൾ പിന്നീടാണ് നമ്മൾ അറിയുന്നത്. അതെല്ലാം കാരണം അടുത്തിടപഴകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. പക്ഷേ എനിക്ക് കിട്ടിയ അവസരങ്ങളിൽ അസൈൻമെൻ്റായിട്ടൊക്കെ ഞാൻ പോവുകയും കുറച്ച് പടങ്ങളൊക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു വലിയ ഭാഗ്യം അവസാന കാലത്ത് ഉണ്ടായതെന്ന് വെച്ചാൽ നവതി സപ്ലിമെൻറ്റിന് ഉള്ള ഒരു മാതൃഭൂമി ഒരു നവതി സപ്ലിമെൻറ്റ് 90 ആയ സമയത്ത് നമ്മളൊരു സ്പെഷ്യൽ സപ്ലിമെൻ്റ് ഇറക്കിയ സമയത്ത് കുറച്ച് പടങ്ങൾ ഫാമിലി ഫോട്ടോ വേണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അത് വളരെ താല്പര്യത്തോടുകൂടി ചാടി വീഴുകയും വീട്ടിൽ നമ്മുടെ ശ്വതിയുടെ വീട്ടിലെത്തുകയും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഞാൻ അറേഞ്ച് ചെയ്യുകയും അത് ഭംഗിയായി ചെയ്യുകയും ഫോട്ടോ നമ്മുടെ ആഴ്ചപ്പതിപ്പിൽ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അപ്പോൾ ഞാൻ കാണുന്നത് വെച്ചാൽ ആ സമയത്ത് അദ്ദേഹം പിന്നെ എൻ്റെ മുന്നിൽ വന്നിരുന്നു. ഞാൻ പറയുന്ന പോലെയൊക്കെ അദ്ദേഹം അവിടെ ഇരുന്നു. കൈ ഇങ്ങനെ വെക്കാൻ പറയുമ്പോൾ അങ്ങനെ വെച്ചു, മുഖത്ത് നോക്കി, എൻ്റെ മുഖത്തൊന്നും നോക്കി എന്നുള്ളതാണ് ഞാൻ അതിൽ കാണുന്ന ഒരു ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു സംഭവം. എന്നെ അദ്ദേഹം കണ്ടു എന്നുള്ളതാണ് ഞാൻ അതിൽ കാണുന്ന ഒരു ചാരിതാർത്ഥ്യം. അപ്പോൾ അതിനു മുമ്പ് MT യുമായിട്ട് അടുത്തിടപഴകാൻ പറ്റിയ അദ്ദേഹത്തിൻ്റെ ഈ സർഗലോകവുമായിട്ട് ഇടപഴകാൻ പറ്റിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കാലത്തിൻ്റെ 50-ാം വർഷം നമ്മുടെ സമുചിതമായിട്ട് നമ്മൾ ആഘോഷിക്കേണ്ടതുണ്ട്. അതിന് കുറച്ച് ഫോട്ടോസും കുറച്ച് ചിത്രങ്ങളും ഒരു ലേഖനമൊക്കെ നമ്മൾ തയ്യാറാക്കണമെന്ന് തീരുമാനിച്ച സമയത്ത് ഞാനും നമ്മുടെ റിപ്പോർട്ടറായ ഹരിലാലും കൂടെ ചേർന്ന് MTയുടെ നടന്ന വഴികളിലൂടെ അദ്ദേഹത്തിൻ്റെ തറവാട് വീട് അദ്ദേഹത്തിൻ്റെ ബാല്യകാലം മേഞ്ഞ് നടന്ന സ്ഥലങ്ങൾ, താന്നിക്കുന്ന്, അങ്ങനെ അവിടെയെല്ലാം 2 ദിവസം കറങ്ങി. അദ്ദേഹം എഡിറ്റോറിയൽ പേജിൽ നല്ലൊരു ലേഖനവും ഞാനൊരു ഫോട്ടോ ഫീച്ചറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്താണ് ഞാൻ വായിക്കുന്നത്. കാലം ശരിക്കും പറഞ്ഞാൽ എനിക്ക് 50 വയസ്സാവുന്ന സമയത്താണ് ഞാൻ കാലം വായിക്കുന്നത്. എന്നെ അത് ഭയങ്കരമായി ഹോണ്ട് ചെയ്ത ഒരു നോവലാണ് ഇപ്പോഴും അത്. ആ നോവൽ ഞാൻ 2 ആവർത്തി ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നീട്. അപ്പോൾ അത് ആ നോവലിൻ്റെ സ്ഥലങ്ങളിലൂടെ നടക്കാനും ഒക്കെ എനിക്ക് പറ്റിയെന്നുള്ളത് എനിക്ക് അതിനെ ചിത്രങ്ങളിലൂടെ അതിനൊരു നമ്മളാൽ കഴിയുന്ന ഫോട്ടോഗ്രാഫിയുടെ ചെറിയ സാധ്യതകൾ വെച്ചുകൊണ്ട് അതിനെ ആവിഷ്കരിക്കാൻ പറ്റി എന്നുള്ളതൊക്കെയുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫി നമ്മുടെ സ്വാനുഭവം മാത്രമായിട്ട് ആണ് പറയുന്നതെങ്കിൽ പോലും നമ്മളുടെ മുന്നിൽ നടന്ന കുറച്ച് MT എന്ന് പറഞ്ഞാൽ MT എന്ന മനുഷ്യൻ ഫോട്ടോഗ്രാഫിയും എന്ന ഒരു ആണ് നമ്മുടെ വിഷയമെങ്കിൽ പോലും നമുക്ക് മുമ്പേ നടന്നു പോയ ഒരുപാട് ആളുകൾ MTയെ പകർത്തിയിട്ടുണ്ട്. MT എന്ന മനുഷ്യനെ, കലാകാരനെ ഒക്കെ പകർത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ പുനലൂർ രാജൻ എന്ന് പറയുന്ന വലിയ ഫോട്ടോഗ്രാഫറുടെ ഒരുപാട് വർക്കുകൾ അത് നമ്മളിപ്പോൾ ഓർക്കാതെ പോകുന്നത് ശരിയായിരിക്കില്ല. കാരണം MT അദ്ദേഹത്തിൻ്റെ ആത്മാവിഷ്കാരം നടത്തുന്ന വേളകളിൽ അദ്ദേഹത്തിൻ്റെ ധാരാളം ഇരുട്ടിൻ്റെ ആത്മാവ് പോലുള്ള സിനിമയിൽ ലൊക്കേഷനിലെത്തുകയും ആ ഫോട്ടോസൊക്കെ അദ്ദേഹം പുസ്തക രൂപത്തിൽ MTയുടെ കാലം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. മാതൃഭൂമിയാണ് അത് ഇറക്കിയത്. ഈ ഇരുട്ടിൻ്റെ ആത്മാവ് 67-ലാണ് ആ ചിത്രീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്ന MT ചിത്രങ്ങളെല്ലാം MT പറഞ്ഞതുപോലെ എല്ലാ പരിപാടിയും തീർത്ത് വീട്ടിലിരിക്കുമ്പോൾ MT താടി കൈവച്ചു ഇരിക്കുന്ന ചിത്രങ്ങൾ മാത്രമാണ്. അതിൽ ആക്ഷനേ ഇതില്ല. പക്ഷേ MT വളരെ ആക്റ്റീവായ ഒരു കാലഘട്ടത്തിലെടുത്ത കുറേ ചിത്രങ്ങൾ പുനലൂർ രാജൻ്റെ, പിന്നെ വിൽക്കാനുണ്ട്. ആ സിനിമയുടെ സെറ്റിൽ പോയി എടുത്ത പിന്നെ ചിത്രങ്ങളായിരുന്നു അത്. പിന്നെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ പറഞ്ഞ കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളുണ്ട്. അത് ഒരു കടലിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരുപാട് ചിത്രങ്ങളാണ്. അതിൽ MT വളരെ വെയിൽ കൊണ്ട് പണിയെടുക്കുന്ന ചിത്രങ്ങളാണ് ആ ചിത്രങ്ങൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. ശരിക്കും വെയിൽ കൊണ്ട് വേർത്തൊലിച്ച് പണിയെടുക്കുന്ന ഒരു MTയെ നമുക്ക് അതിൽ കാണാൻ പറ്റും. പിന്നീട് ഞാൻ അടുത്ത കാലത്ത് നമ്മുടെ പിന്നെ മൊബൈലിൽ റീലിങ്ങനെ കാണുന്ന സമയത്ത് മാധവിക്കുട്ടി ഒരിക്കൽ MTയെ കണ്ടതായിട്ടുള്ളൊരു ഓർമ്മ പറയുന്നുണ്ട്. അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള നിഷ്കളങ്കതയോടുകൂടിയാണ് അവർ പറയുന്നത്. വാസു ഇങ്ങനെ മാതൃഭൂമിയിൽ വരുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അവരുടെ ഫാദറെ കാണാനാണ്, അച്ഛനെ കാണാനാണ് വരുന്നത്. പിന്നീടും വന്നിരുന്നു മാതൃഭൂമിയിൽ വന്നതിന് ശേഷം. പിന്നെ അന്ന് MT വളരെ മെലിഞ്ഞിട്ടായിരുന്നു, കറുത്ത് മെലിഞ്ഞ് പിന്നെ
പുകവലിക്കായിരുന്നു, പല്ലുകൾ, അങ്ങനെല്ലാം കണ്ടിട്ടുണ്ടാവും അത്. പിന്നെ അവർ പറയുന്നുണ്ട് നേടിയ നേട്ടങ്ങളെല്ലാം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ നേട്ടങ്ങളാണ്, ചുമ്മാ അദ്ദേഹം ഉണ്ടാക്കിയതല്ല. അപ്പോൾ ഞാൻ ആ വാക്കുകളും ഈ ഫോട്ടോയിലേക്ക് ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെ എരമ്പെന്നായി തോന്നി. ഓരോ ഫോട്ടോഗ്രാഫ്സിൻ്റെ പിറകിൽ ഓരോ മെമ്മറീസ് ഉണ്ടെന്ന് അതിൻ്റെ ഫോട്ടോഗ്രാഫിയായിട്ട് തിയറിയായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വിവരിക്കാറുണ്ട്. അപ്പോൾ ചില ഫോട്ടോഗ്രാഫുകൾ ആ കാലത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പലപ്പോഴും MTAയിലായി വരുന്നൊരു സങ്കടം എന്താ വെച്ചാൽ, ഈ MTA പോലുള്ള വലിയ നമ്മളെ ഇപ്പോൾ വിവരിക്കാൻ പറ്റിയില്ല, നമ്മുടെ എവറസ്റ്റിനെ പറ്റി അതിൻ്റെ ഉയരം കൂടുകയാണെന്ന് പറയും. അപ്പോൾ MTനെ പോലുള്ള ഒരു എഴുത്തുകാരനെ ഇപ്പം ഞാനെല്ലാം വായിച്ചിട്ടില്ല MTA, എനിക്ക് പറയുന്നില്ല യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് കുറേ കഥകൾ വായിച്ചിട്ടുണ്ട്, മഞ്ഞ് വായിച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ ആദ്യകാലത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട്. വായിക്കാതെ പോയ ഷെർലക്കടക്കം ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാം വായിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് MTയുടെ യാത്രകൾ എന്ന് പറഞ്ഞ പുസ്തകമാണ്. ആ പുസ്തകം ഞാൻ വായിക്കുമ്പോൾ ഞാൻ വായിച്ച തന്നെ വീണ്ടും വീണ്ടും എടുത്ത് വായിക്കാൻ എനിക്ക് തോന്നുന്നു. അത്രയും ഭയങ്കരമായിട്ട് അതിൻ്റെ രചനാ കൗശലം എന്ന് പറഞ്ഞാൽ 67കളിലാണ് MT യാത്രകൾ നടത്തിയിട്ടുള്ളത്. ഈ MTയുടെ യാത്ര പറഞ്ഞാൽ അമേരിക്കൻ്റെ യാത്രയാണ്. അതിൻ്റെ ഒരു അക്ഷരങ്ങളിലും വാക്കുകളിലും അദ്ദേഹം നടത്തുന്ന ഒരു പ്രാർത്ഥന ഭയങ്കരമാണ്. അപ്പോൾ അതിൻ്റെ ഉയരെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വർഷം കൂടുമ്പോൾ ഈ കൂടിക്കൂടി വരുവാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ ഡോസ്റ്റോയ്സ്കിനെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ മലയാളിക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു സൗഭാഗ്യം തന്നെയാണ് MT എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ മനുഷ്യനെ വായിക്കാൻ ഒരുപാട് കാലം വായിക്കാൻ ഉണ്ട്. ഒരിക്കലും വായിച്ചു തീരാത്ത ഒരു പുസ്തകമായിട്ട് നമ്മളുടെ മുന്നിൽ MT എന്ന് പറഞ്ഞ ആ രണ്ട് വാക്കുകൾ നിൽക്കും. ഈ തുഞ്ചൻ പറമ്പിൻ്റെ ഈ സ്ഥലത്ത് വെച്ച് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നു എന്നുള്ളത് ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഞാൻ വന്ന 2022 അദ്ദേഹത്തിൻ്റെ കുറച്ച് പടങ്ങൾ എടുക്കാനായിരുന്നു ഞാൻ വന്നത്. അന്ന് അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. ഞാനന്ന് പോയിട്ട് കാല് തൊട്ട് തലയിൽ പടമൊന്നും എടുത്തില്ല. പിന്നീട് പുറത്തു വന്നിട്ടാണ് കുറച്ച് പടം എടുത്തത്. ഞാൻ തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ എടുക്കപ്പെടാതെ പോയ ഒരു വലിയ ഏട് MTയുടെ സാഹിത്യത്തിലും ജീവിതത്തിലും ഉണ്ട്. പകർത്താതെ പോയ ഫോട്ടോഗ്രാഫിയിൽ അങ്ങനെ പകർത്താതെ പോയ ഒരു വലിയ കാലത്തിനെ കുറിച്ച് എനിക്ക് ഖേദമാണുള്ളത്. അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫർ നമുക്ക് അധികം ഉണ്ടായില്ല. ഇപ്പോൾ സത്യജിത് റേയുടെ ജീവിതം പകർത്തിയ നിമയ് ഘോഷ്, അദ്ദേഹം ഒരു 2-3 പതിറ്റാണ്ട് പകർത്തിയിട്ടാണ്. സത്യജിത് റേയുടെ ഒരു വലിയ ശേഖരം ഉണ്ടായിട്ടുണ്ട്. സമയത്ത് സത്യജിത് റേയുടെ ജീവിതകഥ ഒരുപാട് പുസ്തകങ്ങളായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരു ഫോട്ടോഗ്രാഫ് മാത്രമേ പകർത്താനുണ്ടായിട്ടുള്ളൂ. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ട് ഈ സമയത്ത് പറയേണ്ടി വരും. കാരണം ഏറ്റവും കൂടുതൽ പകർത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യ ചരിത്രത്തിൽ ഫോട്ടോഗ്രാഫി വന്നതിന് ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഏറ്റവും കൂടുതൽ എടുക്കപ്പെട്ട ഒരു മുഖമാണ് മഹാത്മാഗാന്ധിയുടേത്. ഏറ്റവും കൂടുതൽ വോളിയം ഓഫ് വർക്ക് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പടങ്ങൾ എടുത്തത് കനു ഗാന്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരുമകനാണ്. അത് അന്ന് മഹാത്മാഗാന്ധി ഫോട്ടോഗ്രാഫിയുടെ സാധ്യതകൾ അറിയുമായിരുന്നു. ഫോട്ടോഗ്രാഫിയുമായിട്ട് ഒരു വിരുദ്ധ ബന്ധമാണ് മഹാത്മാഗാന്ധിക്കുള്ളതെന്ന് പറയാറുണ്ട്. എങ്കിൽ പോലും ഇദ്ദേഹത്തിന് ക്യാമറ വാങ്ങിച്ചു കൊടുക്കുന്നത് കനു ഗാന്ധിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് മഹാത്മാഗാന്ധി ആയിരുന്നു. അദ്ദേഹം എടുത്ത പടങ്ങളാണ് ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ വളരെ കാൻഡിഡായ പടങ്ങൾ നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഹെൻറി കാർട്ടിൽ ബ്രസനെ പോലെയും ലൈഫിൻ്റെ ഫോട്ടോഗ്രാഫർമാരൊക്കെ ഗാന്ധിജി മരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഗാന്ധിയുടെ ആ സന്ദർഭം പകർത്താൻ പറ്റിയിട്ടില്ല എന്ന് സുനിൽ പി ഇലയുടെ അടുത്ത കാലത്ത് മാതൃഭൂമിയിൽ എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. വളരെ നല്ലൊരു ലേഖനമായിരുന്നു. അതുപോലെ തന്നെയാണ് MT എന്ന് പറഞ്ഞാൽ വലിയ മഹാമേഹുവായ ഈ മനുഷ്യൻ്റെ ജീവിതം പകർത്താതെ പോയ ഏടുകളാണ് ഒരുപാട്. അതിനെ പകർത്താനും പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് MTയോട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ആത്മകഥ എഴുതുന്നില്ല ചോദിച്ചപ്പോൾ അദ്ദേഹം മുഖം തിരിച്ച് നടന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ 2 വാക്കിൽ അദ്ദേഹം മറുപടി പറഞ്ഞത് ഞാൻ എഴുതിയതിലെല്ലാം എൻ്റെ ആത്മകഥ ഉണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹം എഴുതിയതിൽ എല്ലാം അദ്ദേഹത്തിൻ്റെ ആത്മകഥ കണ്ടെത്താൻ പറ്റും, ആത്മചിത്രങ്ങൾ കണ്ടെത്താൻ പറ്റും. അത് നമുക്ക് വലിയ കരുത്താണ്, വഴികാട്ടിയാണ്. ഇത്രമാത്രം ഞാനിപ്പോൾ പറഞ്ഞ് അധിക പ്രസംഗം നടത്തുന്നില്ല. ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് കൈമാറുന്നു. നന്ദി.